ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഉച്ചത്തേക്ക് ഉള്ളിത്തീയലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഇതുപോലെയാണോ എന്ന് പറയണേ. ആദ്യം കുറച്ച് ചീഞ്ചട്ടിയിൽ നമുക്ക് ഒരു മുറി തേങ്ങ ചിരകിയത്, ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ അരിഞ്ഞു വെച്ച ഉള്ളിയുടെ കുറച്ച് 2-3 ഞാൻ ഈ തേങ്ങയിലേക്ക് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് മൂപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മൂപ്പിച്ചെടുക്കാം കേട്ടോ. നല്ല കളർ നല്ല ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ, തണുക്കാൻ വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഞാനിത് ഉള്ളിത്തീയൽ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയൊരു കുഞ്ഞി മൺചട്ടിയാണ്. അതിൽ നമുക്കൊരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കാം. അത് ഒന്ന് ചൂടാകട്ടെ കേട്ടോ. അതിൽ നമുക്ക് കടുക് പൊട്ടിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കടുക് പൊട്ടിച്ച് വറ്റൽ മുളക്, കറിവേപ്പില ഇതിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ അതിൻ്റെ ഒപ്പം ഒരു പച്ചമുളകും കൂടി ആഡ് ചെയ്യാറുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഞാൻ 2ആയിട്ടാണ് കണ്ടിക്കാറ്, അത് കഷ്ണാക്കുന്ന അതൊന്ന് ഒരു ചെറിയ പാത്രം ഉള്ളി അരിഞ്ഞു വെച്ചതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, ഒന്ന് വഴണ്ട് വരട്ടെ. ഈ സമയത്ത് നമ്മൾ തണുക്കാൻ വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ വറുത്തത് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. മിക്സിയിൽ കല്ലിൽ അരയ്ക്കാവുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇപ്പോൾ മിക്സിയിലാണ് ഞാനിവിടെ അരയ്ക്കാറ്. അപ്പോൾ അതൊന്ന് അരച്ചിട്ട് വരാം. ആ സമയത്ത് ഇതൊന്ന് ഇളക്കി നോക്കണം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കുക. അതൊന്ന് വാടി വരുമ്പോൾ നമുക്കതിൽ പുളിവെള്ളം, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് ഇതാക്കിയതാണ് കേട്ടോ. അപ്പോൾ ആ പുളിവെള്ളം ഒന്ന് ഒഴിക്കുക. എന്നിട്ട് അതിലൊന്ന് കിടന്ന് ഒന്നും കൂടി ഒന്ന് വേടട്ടെ കേട്ടോ. ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കതിൽ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് ഇടയ്ക്ക് ഇളക്കുക, നന്നായിട്ട് ഇളക്കി ഒന്ന് തിള വരട്ടെ കേട്ടോ. തിള വരുമ്പോൾ ഞാൻ ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ആഡ് ചെയ്യാറുണ്ട്. അതൊരു മധുരം ബാലൻസ് ആവാനാണ്. നമ്മൾ പുളിയൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, പുളിയും എരിവൊക്കെ ഒന്ന് ബാലൻസ് ആവാനാണ് ശർക്കര ചേർത്ത ശേഷം നമുക്ക് അരച്ച് വെച്ച് നമ്മുടെ അരപ്പൊന്ന് ചേർക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് കഴുകിയിട്ട് ഒഴിക്കാം കേട്ടോ. തിളച്ച വെള്ളമാണെങ്കിലാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത്. പച്ചവെള്ളം ഒഴിക്കുന്നതിലും നല്ലത് തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ അതൊഴിച്ച് നമുക്ക് ഏത് പരുവത്തിലാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ആ ഒരു ഇതിൽ നമുക്ക് വെള്ളം ഈ സമയത്ത് ആഡ് ചെയ്യാം കേട്ടോ. ഒന്ന് കലക്കി ഒഴിച്ചാൽ മതി മിക്സിയുടെ ജാറ്. പിന്നെ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്കൊന്ന് ഉപ്പൊക്കെ ഇടാം. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാറുണ്ട്. ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നന്നായിട്ട് കൊടുക്കുക. ചെറിയ തീയിൽ കൊടുത്താൽ മതി. നന്നായിട്ട് തിള വരട്ടെ കേട്ടോ. തിളച്ച് നമുക്ക് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. നമുക്കിത് ചാറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമുക്കതൊന്ന് വറ്റിച്ച് നല്ല കുറുകിയ ഉള്ളിത്തീയലായിട്ട് ഉള്ളിക്കറി ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ഓണത്തിനൊക്കെ ഉപയോഗിക്കുന്ന കറിയില്ലേ, അതായിട്ട് ഉപയോഗിക്കും. ഞാൻ ഈ ഒരു പരുവത്തിനാണ് ഇത് കറി ഉണ്ടാക്കുന്നത്. ചാറ് കറിയാക്കി ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിങ്ങനെ വറ്റിയതേ കളറൊക്കെ മാറിയുണ്ട്, നല്ല മണവും വരുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. താങ്ക് യു.